കനത്ത മഴ നാശം വിതച്ച പ്രളയത്തിൽ നിന്നും കേരളം പതുക്കെ കരകയറുന്നു. മഴയുടെ രൂക്ഷത കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും രാവിലെ മുതൽ ചെറിയ തോതിൽ മഴയുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, പാണ്ടനാട്, ചെങ്ങന്നൂർ മേഖലകളിൽ ഇപ്പോഴും ദുരിതം തുടരുകയാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥയുണ്ട്. ആലപ്പുഴ നഗരത്തിലേക്കടക്കം ശക്തമായി വെള്ളം കയറുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. അവിടെ പാണ്ടനാട് നിന്നും രക്ഷാപ്രവർത്തനത്തിന് പോയ 6 പേരടങ്ങിയ സംഘത്തെ കാണാതായി. അവരെ പിന്നീട് പുലിയൂരിൽ വെച്ച് കണ്ടെത്തി എന്ന വാർത്തകളും ഏറ്റവും പുതുതായി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ആലുവ, തൃശൂർ റൂട്ടിൽ വാഹന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നു. നാവികസേന വിമാനത്താവളത്തിൽ നിന്നും നാളെ യാത്രാ വിമാനങ്ങളുടെ സർവീസ് തുടങ്ങും. ഷൊർണൂർ, കോഴിക്കോട് ഭാഗത്ത് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോട്ടയം റൂട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിൻ ഗതാഗതം രാവിലെ മുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നുണ്ട്. ഈ റൂട്ടിൽ രാവിലെ 6 മണി മുതൽ എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മാത്രം ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പാണ്ടനാട്, ചെങ്ങന്നൂർ, കുട്ടനാട് മേഖലകൾ, ഒപ്പം പരവൂർ മേഖലയും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തുടരുകയാണ്. പക്ഷേ ഈ മേഖലകളിലൊക്കെ ജലവിധാനം താഴുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു. KSRTC ദീർഘദൂര സർവീസുകൾ പുനരാരംഭിച്ചുവെന്ന ശുഭകരമായ വാർത്തയുമുണ്ട്. ഒപ്പം പെരിയാറിൽ ജലനിരപ്പ് താഴുന്നു. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇപ്പോൾ മഴ തുടരുന്നുണ്ട്. മറ്റു ജില്ലകളിൽ ഒരുപക്ഷെ 11 ജില്ലകളിൽ ചെറിയ തോതിൽ മഴ ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ട്. കോട്ടയം, കോഴിക്കോട് വണ്ടി ഓടുന്നുണ്ട്. പെരുമ്പാവൂർ, അങ്കമാലി മേഖലയിൽ മാത്രമാണ് ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴുള്ളത്. കോട്ടയം, പാല, തൊടുപുഴ റോഡിൽ ബസ്സിന്റെ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യാത്രാ ക്ലേശമടക്കം പതിയെ മാറുകയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട മഴ ഉള്ളത്. കുട്ടനാട് മേഖലയിൽ വലിയ വിഷയങ്ങളാണ് ഗുരുതരമായി തുടരുകയാണ്. അവിടെ ഏതാണ്ട് 70% പേരെയും, കുട്ടനാട്ടിലെ 12 പഞ്ചായത്തിലെ 70% പേരെയും ഒഴിപ്പിച്ചുവെങ്കിലും അവിടെ ബാക്കി ആളുകൾ ഇത്തരത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ പലരെയും മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാളയിലെ കുണ്ടൂർ, കൂഴൂർ, ഐരാണിമുട്ടം, എരവത്തൂർ തുടങ്ങിയ മേഖലകളിലാണ് പ്രളയം കനത്ത നാശം വിതച്ചത്. മിക്ക പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. എല്ലാം ഒന്നിൽ നിന്നുറങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ER രാഗേഷ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അതിലേക്ക് വരാം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ ആലപ്പുഴയിൽ ഉണ്ട്. ആലപ്പുഴയിൽ ഓരോ നിമിഷവും ജലവിധാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മിക്ക പ്രദേശങ്ങളിലും നഗരത്തിലടക്കം വെള്ളം കയറി എന്ന് ശരണ്യ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരണ്യ, ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? ഇപ്പോഴും വെള്ളത്തിന്റെ അളവ് കൂടുന്നുണ്ടോ? ആ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്നറിയുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ജലനിരപ്പിൽ വ്യത്യാസമില്ലാതെ തുടരുന്നു എന്ന് മാത്രമല്ല നേരിയ തോതിൽ ഉയരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് ആലപ്പുഴയിലെ ദുരിതാശ്വാസ വിവിധ ക്യാമ്പുകളിലായി ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കുട്ടനാടിന്റെ ഭാഗങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും 1.5 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മൊത്തം 2.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇത്രയും ആളുകളെ ഒഴിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോഴും ആലപ്പുഴയിൽ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ഗേൾസ് ഹൈസ്കൂളിലെ ക്യാമ്പിലാണ്. ഇവിടെയാണ് ഈ ദുരന്തത്തെ അല്ലെങ്കിൽ ഈ പ്രളയത്തെ അതിജീവിച്ചെത്തിയ ആളുകൾ ഉള്ളത്. അവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്യാമ്പുകൾ പലതും സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഒരുമിച്ച് വരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ അതിജീവിച്ചെത്തിയ ആളുകൾ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ പറയേണ്ടത്. അമ്മ, സ്ഥലം ഏതാണ്? ഞങ്ങളുടെ തിരുമല വാർഡ്, പള്ളാതുരുത്തി, ആലപ്പുഴയ്ക്ക് കിഴക്കുവശം, കോട്ടിയെട്ടിക്ക് കിഴക്കുവശം. 12 മണിയായപ്പോഴേ വെള്ളം കയറാൻ തുടങ്ങി. ആ രാത്രി എങ്ങനെയായിരുന്നു? അമ്മ, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ? ആ രാത്രി എന്ന് പറഞ്ഞാൽ ആ രാത്രി ഞങ്ങൾ മുഴുവൻ സമയം ആ വെള്ളത്തിനകത്ത് തന്നെ നിന്നത്. നമുക്ക് പുറത്തോട്ട് പോരാനൊക്കത്തില്ല. പുറത്തോട്ട് പോന്നാലും നമ്മൾ വെള്ളത്തിൽ കൂടെ എങ്ങനെയാണ്, മഴയും മുറ്റത്തോട്ട് ഇറങ്ങാൻ മേല ആ വിധത്തിൽ മഴയും വെള്ളവും കയറിക്കൊണ്ടിരിക്കുന്നു. എന്തേലും വരട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അന്ന് രാത്രി ആ പെരടാത്ത് തന്നെ നിന്ന് ഡെസ്ക് ഉണ്ടായിരുന്നു. ഡെസ്കിൻ്റെ പുറത്ത് കുത്തിയിരുന്ന് നേരം വിളിച്ച് വെള്ളം ഇരച്ച് കയറി വരുന്നത് കണ്ടെന്ന ഒരു വിധത്തിൽ നമുക്ക് ഭയപ്പാട് കൊണ്ട് വയ്യ. എന്താണ് ഈ പെര വീഴുവോ,
അതോ നമ്മുടെ വീട് പോകുമോ, നമ്മൾ ചാകുമോ എന്നുള്ള ഒരു രീതിയിലായി ഞങ്ങൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്ന് നമുക്ക് പുറത്തോട്ട് എങ്ങനെ എത്തി? പിന്നെ ഇത്രയും വെള്ളം കഴുത്തറ്റം വെള്ളം വരുന്നൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ പിന്നെ നേരം വെളുത്തപ്പോഴത്തേന് ഭയങ്കര വെള്ളം, ഒരു തരത്തിൽ നമുക്ക് കരക്കോട്ട് കയറാൻ വയ്യ. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ നടുക്ക് ആണ്, ഒരു വീടിൻ്റെ പടിഞ്ഞാറ് വെച്ച് ഞങ്ങളുടെ വീട്. അവിടുന്ന് ഞങ്ങൾ നേരം വെളുത്തപ്പോഴത്തേന് ഒരു തരത്തിൽ എത്തിക്കുത്തിയ ഞങ്ങൾ കരക്കോട്ട് കയറിയത്. ഉടുത്തിരുന്ന തുണിയായിട്ട് മാത്രം ഞങ്ങൾ കരക്കോട്ട് കയറി. ചെറിയ വന്നപ്പോൾ ഭയങ്കര വെള്ളം, ഇഷ്ടം പോലെ ബോട്ടുകളെല്ലാം പോകുന്നുണ്ട്, ചെറിയ ചെറിയ ബോട്ടുകളും വള്ളക്കാർ കൈഞ്ഞകരി കുട്ടാങ്കലും ചേന്നങ്കരി എന്നൊക്കെ ആളുകളെ പശുവിനെ, ആടിനെ, പട്ടിയെ, പൂച്ചേനെ, മനുഷ്യരെ എല്ലാത്തിനെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഏത് വള്ളവും വിളിച്ചാൽ നിങ്ങൾ വിളിച്ചെന്നാൽ വരുമെന്ന്. ഞങ്ങൾ പിന്നെ ജെട്ടിക്ക് ചെന്ന് നിന്ന് നമ്മുടെ ആലപ്പുഴ യാത്രാ ബോട്ട് കിട്ടുമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിന്ന് നീന്തി കാല് പതിയെ വെച്ച് നീന്തി ഞങ്ങൾ അവിടെ പോയി. ഈ ചെളി കൂടെ നിങ്ങൾ ഇത് കവർ ചെയ്ത് വരാൻ ഭയങ്കര ചെളിയാ, നമുക്ക് നടന്നു വരാൻ ഒക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ തെന്നി എങ്ങാനും വീണ് പോയെന്നാ വെള്ളത്തിൽ നിന്ന് കയറാൻ വലിയ പാടാ. ഞങ്ങൾ അമ്മയുടെ ഭർത്താവ് വേറൊരു സ്ഥലത്തല്ലേ? ഭർത്താവുണ്ട്, ഭർത്താവിന് പ്രായമാ, 75 വയസ്സുണ്ട്. അദ്ദേഹം ഇപ്പൊ വേറെ സ്ഥലത്തല്ലേ? അദ്ദേഹം ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഒരു റിസോർട്ടുണ്ട് ആലപ്പുഴ, KTC എന്ന് പറയും. അവിടെ ആ സാറ് 5 മണിയാ വെളുപ്പിനെ അവിടെയും ക്യാമ്പ് ഉണ്ടല്ലേ? ആളുകൾ അവിടെ ഉണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അവിടോട്ട് മകനും വേറെ സ്ഥലത്താണ്, അമ്മ മാത്രമാണ് ഇപ്പൊ തൽക്കാലം ഇവിടെ ഉള്ളത്. അതെ, ഇളയമോനുണ്ടായിരുന്നു, വീട് വരെ ചെന്നിട്ട് വരണം. വീട്ടിലിപ്പോ രണ്ടാമത് തിരിച്ചു ചെന്നു എന്ന് പറഞ്ഞല്ലോ, ഭർത്താവ് തിരിച്ചു ചെന്നു എന്ന് പറയുന്നു. പോയില്ല. അല്ല, ഈ വീടിന്റെ ഒരു അവസ്ഥ എന്താണ് അമ്മ വീടിന്റെ അവസ്ഥ? ഭയങ്കര വെള്ളം, എത്രത്തോളം കയറിയിട്ടുണ്ട് വെള്ളം എന്തോരം കയറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എല്ലാരും പറയുന്നത് വെള്ളം പെരയുടെ ഉടുന്തവരെ കയറിയെന്നാ പറയുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനും സകല സാധനങ്ങളും പോയി, നമ്മുടെ കട്ടിലും മേശയും ഫ്രിഡ്ജ് കലമാരി എല്ലാം പോയി നമ്മുടെ. എങ്കിലും അത് നമ്മൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്ത് ഞങ്ങൾ വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ്, അപേക്ഷ കൊടുക്കാമെന്നും പറഞ്ഞ് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കൊടുത്തില്ല. അന്നേരമാണ് ഈ വെള്ളം രണ്ടാമത് വന്നത്. വെള്ളം റേഷൻ കാർഡ് അടക്കം എടുത്തിട്ടില്ല. റേഷൻ കാർഡ് ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് അവസ്ഥ രഞ്ജിത്ത്. ആളുകളുടെ ഓരോ ആളുകൾക്കും ഈ ഒരു പ്രളയത്തെ അതിജീവിച്ച് കടന്നു വന്നതിൻ്റെ ഓരോ കഥകൾ പറയാനുണ്ട്. കാരണം വളരെ നാടകീയമായാണ് പലരും പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമുക്കറിയാം, വെള്ളം മാത്രമല്ല ചെളിയാണ്, തെന്നിപ്പോകുന്നത്. ഇതാണ് അവിടുത്തെ സാഹചര്യം. ചരണ്യ പറഞ്ഞതുപോലെ 2.5 ലക്ഷത്തോളം പേർ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത കുട്ടനാട്ടിൽ നിന്ന് പുറത്തുവിടുന്നത്, അവിടെ കുട്ടനാട് മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു. ഇനിയും ആരെയെങ്കിലും രക്ഷിക്കാനുണ്ട് എങ്കിൽ അത് കൃത്യമായ വിവരം നൽകണം എന്ന നിർദ്ദേശവും കളക്ടർ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2.5 ലക്ഷത്തോളം പേർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, കുട്ടനാടിലെ 12 പഞ്ചായത്തിലുള്ള ഏതാണ്ട് ഭൂരിഭാഗം പേരും ഇപ്പോൾ ആലപ്പുഴ നഗരത്തിലെ വിവിധ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലാണ്. അവിടെ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി എന്ന സൂചനകൾ ജില്ലാ ഭരണകൂടം നൽകുന്നു. എറണാകുളത്തേക്ക് പോയാൽ എറണാകുളം ജില്ലയിലെ കുത്തിയതോട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 5 ദിവസമായിട്ടും സഹായം എത്തിയില്ലെന്ന് പരാതി. കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചവർ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ പറയുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം നടത്താനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളിപ്പോ ഈ നിൽക്കുന്നതാണ്, ഈ ബിൽഡിംഗ് ആണ്, ഇടിഞ്ഞു വീണ് കിടക്കുന്ന ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ആളുകള് എന്താ പറയാ മണ്ണിന്റെ അടിയിൽ അകപ്പെട്ട്, ഈ ബിൽഡിംഗ് വെള്ളത്തിന്റെ അടിയിൽ അകപ്പെട്ട് കിടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരുപാട് പേര് വെള്ളത്തിന്റെ അടിയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവര് മരിച്ചു കിടക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകളാണ്. ഇവൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ വരെ ഈ മണ്ണിന്റെ അടിയിൽ, ഈ വെള്ളത്തിന്റെ അടിയിൽ മരിച്ചു കിടക്കുകയാണ്. ഒരു രക്ഷാപ്രവർത്തനമോ ഒരു സഹായങ്ങളോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് പഴയ ബിൽഡിംഗ് ആണ്, പള്ളിയുടെ. ഇവിടെയാണ് കുറെ ഫാമിലീസ് എന്താ പറയാ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ, ഈ പ്രളയം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇതിന്റെ അകത്തേക്കാണ് കയറിയത്. ഗവൺമെന്റ്, പഞ്ചായത്ത്, അതുപോലെ തന്നെ തഹസിൽദാര്, പറവൂർ താലൂക്ക്, അങ്ങനെയുള്ള ഒരു മേഖലകളിൽ നിന്നും ഒരു സഹായവും ഈ സംരംഭത്തിന്, ഈ പ്രശ്നത്തിന് ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാനിപ്പോ നിൽക്കുന്നത് ഇത്രയും വെള്ളത്തിലാണ്. ഞാൻ 6 അടി ഹൈറ്റുള്ള ഒരാളാണ്. എനിക്ക് ഇത്രയും വെള്ളമുണ്ട്. ഇന്നലെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായ മിനിഞ്ഞാന്ന് ഞാനിവിടെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഒരുപാട് വാഹനങ്ങളും ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈ ഭീകരത ജനങ്ങളിലേക്ക് എത്തിക്കണം. ആരെങ്കിലും ഇതിന്റെ പേരിൽ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം.
നേവിയിൽ നിന്നോ പോലീസിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫയർഫോഴ്സിൽ നിന്നോ ഗവൺമെന്റ് അധികാരികളിൽ നിന്നോ ഒരു സഹായം ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു പേരിപ്പം ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. കാരണം വലിയ കടലിലും മറ്റും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ടീമിന് എന്തുകൊണ്ട് ഈ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് സഹായിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങള് വിദ്യാഭ്യാസമില്ലാത്തതൊന്നുമല്ല, ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ചൂഷണം ചെയ്യാനായിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളതിന് വശംവദരാകില്ല. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങളെ ചൂഷണം ചെയ്യാനോ ഞങ്ങളെ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടില്ല എന്ന് നടിക്കാനോ രാഷ്ട്രീയ കക്ഷികളോ പോലീസോ അധികാരികളോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ, കേരള ജനത സമൂഹമേ നിങ്ങളിത് മനസ്സിലാക്കുക. ഇവർ നിങ്ങളെ ചൂഷണം ചെയ്യാണ്. ഈ വീടിനുള്ളില് അല്ലെങ്കിൽ ഈ പ്രസ് വർക്ക് ചെയ്ത ഇതിന്റെ ഉള്ളില് 500-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ കരച്ചിലോ അല്ലെങ്കിൽ അവരുടെ വിലാപമോ കേൾക്കാനായിട്ട് ഇവിടുത്തെ പാർട്ടിക്കാർക്ക് കണ്ണില്ല. നാളെയോ മറ്റന്നാളായിരുന്നു ഇലക്ഷൻ എങ്കിൽ ഇവരിപ്പോ ഇവിടെ നിന്ന് മാറാതെ കൊട്ടിക്കലാശം കളിക്കാന്. ഈ പാർട്ടിക്കാരൊക്കെ എവിടെ? രാഷ്ട്രീയക്കാരൊക്കെ എവിടെ? ഇവിടുത്തെ ഫയർഫോഴ്സ് എവിടെ? പോലീസ് എവിടെ? ഇവിടുത്തെ നേവി എവിടെ? നേവി വന്ന് ഇത് ഇടിച്ചു തകർത്തിട്ടിട്ട് പോയില്ലേ? ഇത് ഒന്ന് രക്ഷപ്പെടുത്താനോ ഇവർക്ക് ഒരു നേരത്തെ വെള്ളം ഒന്ന് ഇറക്കി കൊടുക്കാൻ ഇവിടുത്തെ നേവിക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾക്കോ സാധിച്ചില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എറണാകുളം ജില്ലയിലെ കുത്തിയതോട് പള്ളിയിലെ അവിടെ പള്ളിയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ അവിടെ ദുരിതാശ്വാസ ആളുകൾ കയറി നിൽക്കുന്നതിനിടെ തകർന്നു വീണ് 6 പേർ മരിച്ചു എന്ന് വി.ഡി. സതീശൻ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. അവിടുത്തെ ദുരിതം അത് വിവരിക്കുകയാണ് സമീപവാസി. അവിടെ 5 ദിവസമായിട്ടും സഹായം എത്തിയിട്ടില്ല. ഇപ്പോഴും മൃതദേഹം നിങ്ങളുടെ അവിടെയുണ്ട്. ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ആളുകള് എന്താ പറയാ മണ്ണിന്റെ അടിയിൽ അകപ്പെട്ട് സൗണ്ട് കേൾക്കില്ല. ശ്രീനാഥ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ ഈ വെള്ളക്കെട്ടിന്റെ കെടുതി ഏറ്റവും അധികം അനുഭവിക്കുന്നത് ഈ പരവൂർ മേഖലയിലാണ്. അവിടുത്തെ കുത്തിയതോട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു കൃത്യമായി അവിടെ 6 പേർ മരിച്ചു, പക്ഷേ അവരുടെ മൃതദേഹം പോലും മാറ്റാനുള്ള നീക്കങ്ങൾ ആയിട്ടില്ല എന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാഹനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ വെള്ളത്തിനടിയിലായ സാഹചര്യം, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? ഈ വാർത്തകൾ വന്നതിന് ശേഷമെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസമുണ്ടോ? രഞ്ജിത്ത്, ഇത് 16-ാം തീയതി സംഭവിച്ചതാണ്. അതായത് ഈ പ്രശ്നം ഏറ്റവും രൂക്ഷമായ ആദ്യത്തെ ദിവസം തന്നെ സംഭവിച്ചതാണ്. വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ നോർത്ത് കുത്തിയതോടിന് സെന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെ പള്ളിയുടെ അടുത്തുള്ള കെട്ടിടത്തിൽ കയറി നിന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് പള്ളിയുടെ മതിൽ ഇടിഞ്ഞു വീഴുകയും അതിലേക്ക് ഇവർ പെടുകയുമായിരുന്നു. അന്ന് തന്നെ ഈ വിവരം നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷേ പോലീസിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ സ്വീകരണമില്ല, ഇത് ശരിയല്ല എന്നൊരു നിലപാടാണ് പോലീസ് എടുത്തത്. അത്തരത്തിൽ സ്വീകരിക്കാത്ത ഒരു വാർത്ത ആയതുകൊണ്ടാണ് നമുക്ക് ഇത് പുറത്തുവിടുന്നതിന് തടസ്സമുണ്ടായിരുന്നത്. എന്നാൽ ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. 6 പേർ ഈ മതിലിനുള്ളിൽ അകപ്പെട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇവരെ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് നീക്കാൻ സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്തേക്ക് സർക്കാരിന്റെ സന്നദ്ധ സംഘടനകളോ മറ്റാരെങ്കിലുമോ സർക്കാരിന്റെ സഹായമോ എത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയ തോതിൽ നേവിയുടെ പ്രവർത്തനവും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം നടന്നത്. പല ഭാഗത്തേക്ക് ഈ വാർത്തകൾ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം തരാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഈ രീതിയിൽ തന്നെ അറിയപ്പെടാതെ പോവുകയായിരുന്നു. എന്നാൽ വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ പറവൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ പ്രദേശത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട്. ഇപ്പോഴും വെള്ളം ഒടുങ്ങിയിട്ടില്ലാത്ത സ്ഥിതിയാണ് ഈ പ്രദേശത്തുള്ളത്. രഞ്ജിത്ത്, ആണ് വിവരങ്ങളുമായി ചേർന്നത്. അവിടെ പരവൂരിൽ കുത്തിയതോട് എന്ന പ്രദേശത്തുണ്ടായ സംഭവം അത് 16-ാം തീയതി സംഭവിച്ചതാണ്. അവിടെ പള്ളിയുടെ മതിൽ ഇടിഞ്ഞു വീണ് 6 പേർ മരിച്ചു. പക്ഷേ പോലീസോ ഭരണകൂടമോ ഒന്നും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അവിടുത്തെ പ്രദേശവാസിയുടെ രോഷം, രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരോടുള്ള രോഷം അടക്കമാണ് കാണുന്നത്. നമുക്ക് കാണാം, പള്ളിയിലടക്കം വെള്ളം കയറിയിരിക്കുന്നു, വാഹനങ്ങളൊക്കെ വെള്ളത്തിലടിയിലാണ്. ഇതിൽ വലിയ ഗുരുതരമായ സാഹചര്യമാണ് അവിടെ. ഇവിടം വരെയാണ് വെള്ളം ഉണ്ടായിരുന്നത്. ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു.
ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം നടത്താനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളിപ്പോ ഈ നിൽക്കുന്നതാണ് ഈ ബിൽഡിംഗ് ആണ്, ഇടിഞ്ഞു വീണ് കിടക്കുന്ന ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ആളുകൾ എന്താ പറയാ മണ്ണിന്റെ അടിയിൽ അകപ്പെട്ട് ഈ ബിൽഡിംഗ് വെള്ളത്തിന്റെ അടിയിൽ അകപ്പെട്ട് കിടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരുപാട് പേര് വെള്ളത്തിന്റെ അടിയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവര് മരിച്ചു കിടക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകളാണ്. ഇവൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ വരെ ഈ മണ്ണിന്റെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിൽ മരിച്ചു കിടക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട യാതൊരു സ്ഥിരീകരണവും അധികാരികളുടെ ഭാഗത്തു നിന്നില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നവരെയാണ് അവിടുത്തെ ഗുരുതരാവസ്ഥ മനസ്സിലാകുന്നത്. അവിടെ 6 പേർ മരിച്ചു. പള്ളിയുടെ മതിൽ ഇടിഞ്ഞു വീണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മതിൽ ഇടിഞ്ഞു വീണ് അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നതും ഇത്തരത്തിൽ 6 പേർ ഇതിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വിവരം നേരത്തെ VD സതീശൻ MLA തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എറണാകുളം മൂവാറ്റുപുഴ വാളകത്ത് കുന്നത്തുകാട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരാൾ മരിച്ചു. 75 വയസ്സുകാരിയായ ഏലിയാമ്മയാണ് മരിച്ചത്. വിനീത ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീത, എന്താണ് വിവരങ്ങൾ? എറണാകുളത്ത് കുന്നത്തുകാട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരാൾ മരിച്ചു. വിനീത, കേൾക്കാമോ? അവിടെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ 75 വയസ്സുകാരിയായ ഏലിയാമ്മ എന്നയാൾ മരിച്ചു. ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് അതാണ്. ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നമുക്ക് കാണാം, ഒരുപാട് പേർ വിവിധ സ്ഥലങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വലിയ സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി കടക്കാനുള്ളത്. ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പലയിടത്തും ഭക്ഷണവും വെള്ളവും മരുന്നും എത്തുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത്തരം പരാതികളുമുണ്ട്. അവയൊക്കെ വിനീത കേൾക്കാമോ? ചില പ്രശ്നങ്ങളുണ്ട്, വിനീതയുമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. പാണ്ടനാട് കാണാതായ മത്സ്യബന്ധന ബോട്ട് പുലിയൂരുള്ളതായി സംശയം. നേരത്തെ പാണ്ടനാട്ടിൽ നിന്ന് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ മത്സ്യബന്ധന ബോട്ട് കണ്ടില്ല. അതിൽ 6 പേരുണ്ടായിരുന്നു എന്നായിരുന്നു സൂചന. 6 പേരുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പാണ്ടനാട് ചെറുവള്ളങ്ങൾ എത്തി തുടങ്ങി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് ചെറുവള്ളങ്ങൾ എത്തിയത്. VV വിനോദ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനോദ്, ആശ്വാസകരമായ വാർത്ത, ആ രക്ഷാ ബോട്ട് കണ്ടെത്തിയെന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇപ്പോൾ പാണ്ടനാട്ടെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? പാണ്ടനാട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇവിടെ നിന്നുള്ള പക്ഷേ ആശങ്കയുടെ ഒരു വാർത്ത, കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരു വള്ളം ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. 6 പേരാണ് അതിലുള്ളത്. തദ്ദേശവാസികളായ 2 പേരും 4 മത്സ്യത്തൊഴിലാളികളും. ഈ വള്ളത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? ഇന്നലെ ഒരു 7 മണിയോട് കൂടിയാണ് ബോട്ട് ഇവിടുന്ന് പോയത്. പ്രദേശവാസികളായിട്ടൊന്ന് 2 പേരുണ്ട് ഇതിനകത്ത്. ഇതുമായിട്ടും രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല. ഹെലികോപ്റ്ററുകളൊക്കെ പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസുകാരും നാട്ടുകാരും എല്ലാം നല്ല സജ്ജവരായിട്ട് പോയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന്. അത്രയാളുള്ള വിവരം അറിയുന്നുള്ളൂ. പിന്നീടാലും ടെലിഫോണോ ഇതോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് ഒരറിവില്ല ഇതുവരെയായിട്ടും. അവർ ഇവിടെ തങ്ങി കിടക്കുകയാണെന്നുള്ള തരത്തിൽ വിവരമുണ്ടോ? വലിയൊരു ഭാഗത്തുണ്ടെന്നുള്ളൊരു സൂചന കിട്ടുന്നുണ്ട്. പക്ഷെ അവരോട് ബന്ധപ്പെടാൻ യാതൊരു വഴിയില്ല. പുലിയൂർ ഭാഗത്തുണ്ടെന്നുള്ള ചില വിവരമുണ്ട്, അതിന് സ്ഥിരീകരണമില്ല. ഏതായാലും അവരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ചെറുവള്ളങ്ങൾ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായി ആവശ്യപ്പെടുന്നത് അത്തരം വള്ളങ്ങൾ വേണം, ഇടവഴികളാണ്, അങ്ങോട്ട് പോകാൻ തരത്തിലുള്ള വള്ളങ്ങൾ വേണം. ഇതുവരെയും എത്തിയിട്ടില്ല. ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തെ ഇപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തിട്ടുണ്ട്. ചെറുവള്ളങ്ങൾ കയറുന്ന ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഒരു വിരോധാത്മകമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഈ രക്ഷാപ്രവർത്തനത്തോട് വേണ്ട തരത്തിൽ സഹകരിക്കുന്നില്ല. വീടുകളുടെ മുകളിൽ 50-60 പേരൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് അത്യാവശ്യം ഭക്ഷണ സൗകര്യവും ഗ്യാസ് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ കാണും. അതൊക്കെ വെച്ചുകൊണ്ട് അവർ നിസ്സഹകരണമാണ്. എങ്കിലും ഒരു 4-3% ആൾക്കാരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ സ്വന്തം റിസ്കിൽ അവർ നിൽക്കുകയാണ്. ഇവിടെ സൈന്യത്തിന്റെ സഹായമാണോ അതോ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും മാത്രമാണോ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അവിടെ പാണ്ടനാടുണ്ട്. KB ഗണേഷ് കുമാർ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KB ഗണേഷ് കുമാർ, താങ്കൾ 2 ദിവസമായി ചെങ്ങന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ ദുരിതങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ് താങ്കൾ. താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സ്ഥിതി? ഇവിടെ ഇപ്പോൾ വളരെ ശക്തമായ ഓപ്പറേഷൻ നടക്കുകയാണ്. ആർമിയുടെ 2 ടീമുണ്ട്, നേവി ഉണ്ട്, പിന്നെ നാഷണൽ NDF വരെ ഉണ്ട്, പിന്നെ പോലീസും ഫയർഫോഴ്സിന്റെ ഒറീസയിൽ നിന്നും മറ്റും വന്ന ടീമുണ്ട്. ആവശ്യത്തിന് ബോട്ടും ഈ വലിയ ബോട്ടുകൾക്ക് ഈ പറഞ്ഞതുപോലെ പല സ്ഥലത്തും കടന്നു ചെല്ലാൻ പറ്റില്ല. ഫിഷർമെന്റിന്റെ ബോട്ട് അവരെ കൊണ്ട് വളരെ നല്ല സേവനം അവർ കാഴ്ചവെച്ചു. അവരുടെ ബോട്ടുകൾ ഇപ്പോൾ പല സ്ഥലത്തും കടന്നു ചെല്ലാൻ പറ്റാത്ത വെള്ളം ഒന്ന് താന്നിട്ടുണ്ട്.
വെള്ളം ഇറങ്ങിയത് കൊണ്ട് ചെറിയ ബോട്ടുകൾ മാത്രമേ പോവുകയുള്ളൂ. അത് വെച്ചിട്ട് ഇപ്പൊ ആർമിയും എയർഫോഴ്സ് എയർലിഫ്റ്റ് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. തീരെ നദിയുടെ ഈ പമ്പയാറിനക്കരെ വലിയ ഒഴുക്കിനക്കരെയുള്ള ഭാഗങ്ങൾ ഒറ്റപ്പെട്ടവരെ മുഴുവൻ എയർലിഫ്റ്റ് ചെയ്യാം. വളരെ നല്ല ഓപ്പറേഷൻ നടക്കുന്ന ആർമി ഇന്നലെ വന്നു. ഇന്ന് ആർമി വളരെ സജീവമായി രംഗത്തെത്തി കഴിഞ്ഞു. അതിരാവിലെ 6 മണി മുതൽ തന്നെ അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നേവിയും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരു ടീം ഒറീസയിൽ നിന്ന് വന്നു. 15 ബോട്ടുകളും 10-40 ആളുകളുമായിട്ട് വന്നു. കേരള ഫയർഫോഴ്സും കൂടെ ചേർന്നുകൊണ്ട് അവർ ഒരു ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യാണ്. മാക്സിമം ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ പലരും ബോട്ടുമായി ചെല്ലുമ്പോൾ വിമാനവുമായി ചെല്ലുമ്പോഴും കയറാൻ മടിക്കുക. അപ്പൊ അവര് കയറാൻ മടിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വെള്ളം ഇറങ്ങും, കുഴപ്പമില്ല എന്നൊരു നിലപാടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അകലെ ഇരിക്കുന്ന ബന്ധുക്കൾക്ക് ചാനലുകളിലേക്കും മുഖ്യമന്ത്രിയും ഒക്കെ വിളിച്ച് പരാതി പറയണം. ഞങ്ങളുടെ അപ്പനെ കാണുന്നില്ല, അമ്മച്ചി കാണുന്നില്ല എന്നുള്ള പരാതി. അച്ഛൻ അവിടെയാണ്, മുത്തച്ഛനുണ്ടെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഇവര് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഫുഡ് തന്നാൽ മതി എന്നൊരു നിലപാട് ചെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അങ്ങനെ വേണ്ട. നിർബന്ധമായി ബന്ധുക്കളെ ആശങ്കയിലാക്കുന്നത് കൊണ്ട് നിർബന്ധമായും വരണം. നമ്മൾ ഹോസ്പിറ്റലിലേക്കോ ക്യാമ്പിലേക്കോ വന്നേ പറ്റുള്ളൂ എന്നൊരു നിലപാടിലാണ് ഇന്ന് പട്ടാളവും മറ്റ് ഏജൻസികളും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ദയവ് ചെയ്ത് നിർബന്ധമായും വരണം എന്നുള്ളതാണ്. വരാതിരിക്കരുത്. കാരണം പലർക്കും അസുഖങ്ങളുണ്ട്, ഡയബറ്റിക് ഉള്ളവരുണ്ട്, കിഡ്നി ഡയാലിസിസ് ഉള്ളവരുണ്ട്. ഈ അടുത്ത് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി പ്രത്യേക നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ഡയാലിസിസ് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകും. പിന്നെ ഈ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരെയും എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. പലരും ഈ വിളിക്കുന്നത് കാര്യങ്ങളുടെ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. അത് ഭയപ്പെടാനില്ല. ഇപ്പം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഓപ്പറേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് നടക്കുന്നത്. ഈ നേരത്തെ ഇന്നലെയൊക്കെ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ വലിയ ബോട്ടുകൾ കടന്നെത്താൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ചെറിയ ബോട്ടുകളുടെ ആവശ്യമുണ്ട്. ഒപ്പം ഈ ഇന്ന് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാകുമെന്ന് അവിടുത്തെ MLA സഹിച്ചതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? പൂർണ്ണ തോതിലേക്ക് രക്ഷാപ്രവർത്തനം എത്തിയിട്ടുണ്ടോ? പകൽ സമയം വലിയ മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഇന്ന് നല്ല നിലയിൽ ഇംപ്രൂവ് ചെയ്യും. ഇന്നലെ 3000-ലധികം ആളുകളെ സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനേക്കാൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. നാട്ടുകാരുടെ സഹകരണമുണ്ട്. കാലാവസ്ഥ മഴയൊക്കെ പെയ്ത് കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ചെറിയ ബോട്ടാണ്. പിന്നെ ആർമിയുടെ ബോട്ടും നേവിയുടെ ബോട്ടും ഇപ്പൊ അല്ലാതെ തന്നെ ഗവൺമെന്റ് കൊല്ലത്തുനിന്നും മറ്റും സ്പീഡ് ബോട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചെറിയ ബോട്ടുകൾ. ഇപ്പൊ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനാണ് കൂടുതൽ നടക്കുന്നത്. വലിയ വള്ളങ്ങൾക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. ഒരു ഫിഷർമാനൊക്കെ കുറച്ച് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ബോട്ടുകളെല്ലാം ഉണ്ട്. ആർമിയുടെയും നേവിയുടെ എല്ലാം ചെറിയ ബോട്ടുകളാണ്. ഫയർഫോഴ്സിന്റെയും ചെറിയ ബോട്ടാണ്. ഡിങ്കിയാണ് ഉപയോഗിക്കുന്നത്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, ശ്രീ KB ഗണേഷ് കുമാർ, നന്ദി ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. KB ഗണേഷ് കുമാർ MLA ആണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം 2 ദിവസമായി അവിടെ ദുരിത മേഖലയിലുണ്ട്. നിരവധി സഹായങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ എത്തിക്കുന്നുണ്ട്. ഒപ്പം ഇത് ഏകോപിപ്പിക്കുന്നതിൽ വലിയ പങ്കും വഹിക്കുന്നുണ്ട്. ജനപ്രതിനിധികളടക്കം, സാമൂഹ്യ പ്രവർത്തകരടക്കം, സന്നദ്ധ സംഘടനകളടക്കം നിരവധി പേർ ചെങ്ങന്നൂർ മേഖലയിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും വലിയ സഹായം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 5 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തൃശൂർ വൈന്തലയിൽ 2 പേർ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. തൃശൂർ ജില്ലയിലെ മാള, കുളൂർ എന്നിവിടങ്ങളിൽ ദയനീയ സ്ഥിതി തുടരുകയാണ്. എറണാകുളം മൂവാറ്റുപുഴ വാളകത്ത് കുന്നത്തുകാട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരാൾ മരിച്ചു. 75 വയസ്സുകാരി ഏലിയാമ്മയാണ് മരിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുവി വിശ്വനാഥനും ഒപ്പം വിനീതയും ചേരുന്നുണ്ട്. സുവി, തൃശൂർ ജില്ലയിലാണ് ഇന്ന് 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ അവസ്ഥ? രാവിലെ സുവി പറഞ്ഞപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്നു, വെള്ളക്കെട്ട് കുറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചെങ്കിലും ശുഭവാർത്തകൾ അവിടെ നൽകാനുണ്ടോ? രാവിലെ വളരെ ആശ്വാസകരമായ വാർത്തയായിരുന്നു തൃശൂർ ജില്ലയിൽ നിന്ന് നൽകാനുണ്ടായത്. മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ മഴയൊന്നും തന്നെ പെയ്യുന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ സൈന്യം രംഗത്തുണ്ട്. ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു അശുഭ വാർത്ത എത്തിയത്. മാളയിൽ ഇന്ന് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വൈന്തലയിലാണ് 2 പേർ മരിച്ചിരിക്കുന്നത്. തോമസ്, ഗോപിനാഥൻ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ ഇവരുടെ മൃതദേഹങ്ങൾ ഒലിച്ചു വരികയായിരുന്നു എന്നാണ്
ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. എങ്കിൽ കൂടിയും മരണം എങ്ങനെയാണെന്ന് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ശുഭകരമായ വാർത്തകൾ, അതായത് ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുമ്പോൾ പോലും തൃശൂർ ജില്ലയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടെ വരുന്നു. അരുതാത്തത് സംഭവിക്കരുതേ, അരുതാത്തത് റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യം ഉണ്ടാകരുതേ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലുമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ വരുന്നത്. ഒപ്പം തന്നെ തൃശൂർ ജില്ലയിൽ മഴ കുറഞ്ഞു ഉണ്ട് എങ്കിൽ പോലും താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് മാള, ചാലക്കുടി, മാളയുടെ വിവിധ പ്രദേശങ്ങളായ കുഴൂർ, കുണ്ടൂർ, അന്നമനട, പൂവത്തിങ്കൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് തുടരുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയാണ്. കുണ്ടൂരിൽ മാത്രം 30 മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 30 മുങ്ങൽ വിദഗ്ധർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഹെലികോപ്റ്ററിലാണ് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, അതായത് ജലനിരപ്പ്, ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതിന് ആനുപാതികമായി ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആളുകൾക്ക് വാർത്താവിനിമയ സംവിധാനങ്ങളോ വൈദ്യുതിയോ ഒന്നും തന്നെ ഇവിടെയൊന്നും ലഭ്യമല്ല. ഒപ്പം തന്നെ പ്രാഥമിക അത്യാവശ്യ സാധനങ്ങൾ പോലും ലഭിക്കുന്നില്ല. നേവിയുടെയും മറ്റും സഹായത്തോടു കൂടിയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ഭക്ഷണ വിതരണം നടത്തുന്നത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് മാള ടൗണിലാണ്. മാള ടൗണിൽ ഇന്നലെ കണ്ടതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. വളരെയധികം ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഇവിടെയൊന്നും ഇന്നലെ ഈ അരയാൾ പൊക്കത്തിലായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളമുണ്ടായിരുന്നത്. മാള ടൗണിൽ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ആളുകൾക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് നടന്നു പോകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ മിലിറ്ററിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. എന്തായാലും നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഞങ്ങൾ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് അതിരപ്പള്ളി പിള്ളപ്പാറ പ്ലാൻ റിസോർട്ടിനടുത്താണ്. അവിടെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം എൻ്റെ നൈബറാണ്, ആളുടെ മകള് ഇവിടെ കുണ്ടൂരാണ്. അപ്പോൾ അത് കുണ്ടൂരാണ് ഭാര്യ വീട്. അപ്പോൾ ഏത് ക്യാമ്പിലാണെന്ന് അറിയാൻ പറ്റണില്ല. അവിടെ വെള്ളം കയറി വീട്ടിൽ, അപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇത് കിട്ടിയിട്ടില്ല. മകളാണോ? നമിത. ഇവര് ഭാര്യ വീട്ടിലാക്കിയിട്ടേ കുട്ടീനെ പഠിപ്പിച്ചില്. കൊച്ചിന് എവിടെയാണെന്ന് അറിയാൻ പറ്റണില്ല. കൊച്ചിനെ കൊണ്ടുവരും സ്കൂളിൽ പഠിപ്പിനെ. അപ്പൊ വിളിക്കാൻ 2 ദിവസം വിളിക്കാൻ പറ്റുള്ളൂ. അറിയില്ല. നീ ഒരു ട്രൈബലിൽ പെട്ട ആൾക്കാരാണ്. എന്നിട്ട് പിന്നെ ഒരു അറക്കില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടാവുന്ന ഒരു ഇതില്ല. അവിടെ റേഞ്ച് ഇല്ല, ചാർജ് ഇല്ല, കറണ്ട് ഇല്ല, കിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. 2 ദിവസം സംസാരിക്കാൻ പറ്റുള്ളൂ. മകൾക്ക് എത്ര വയസ്സുണ്ട്? 7.5 വയസ്സായി. മനസ്സിനുണ്ട്, അമ്മയുണ്ട്. അവരെ സ്കൂളിലാന്ന് പറഞ്ഞു. പിന്നെ ഒരു അനക്കല്ല. വിളിച്ചിട്ട് ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവരോട് സഹായം എപ്പോഴെങ്കിലും അഭ്യർത്ഥിച്ചോ? അവരുടെ കൂടെ പോവാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചോ? ഇല്ല, ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ പറഞ്ഞ് ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറയണേ. പിന്നെ വിളിച്ചിട്ട് നടക്കില്ല. സ്കൂളിൽ കുണ്ടൂർ സ്കൂളിൽ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറയണേ. പിന്നെ വിളിച്ചിട്ട് നടക്കില്ല. രക്ഷാപ്രവർത്തകരുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുകയുണ്ടായോ? ഇല്ല മേഡം. അതെ, ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ ഇന്നാണ് എത്തിയത്. അതിരപ്പള്ളിയിൽ നിന്ന് എത്തിയത് തന്നെ ഒരു കണക്കിനാണ്. ചുറ്റി വളഞ്ഞാണ് വന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മകളുടെ വീട് ചാലക്കുടി പോട്ടയിലാണ്. അവിടെ വന്നപ്പോൾ ഞാൻ ഇവരോട് പറയുക, നീ നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ട്രൈബലിൽ പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വലിയ അറിവുകളൊന്നും ഇല്ല. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭാര്യ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചിയും അച്ഛനും അമ്മയും ഉള്ളത്. അപ്പോൾ അവരും വളരെ ബുദ്ധിമുട്ടുള്ള ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ കുട്ടീനെ ഇവിടെ നിർത്തിയാൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള യാതൊരു വിധതകളില്ല. അപ്പോൾ അങ്ങനെ ഒന്ന്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ന്യൂസ് വഴിയായിട്ട് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ക്യാമ്പിൽ നിന്ന് ഈ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു കൊടുക്കുക. നമിത. അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. വെട്ടത്തിരാജൻ, കൊളത്തേരി. അമ്മാനച്ചൻ്റെ പേരാണ്. വെട്ടത്തിരാജൻ, വീട്ടുമേര്, കുണ്ടൂര്, കൊളത്തേരി. നമിത. ഒരു 7 വയസ്സുകാരിയുടെ അച്ഛനാണിത്. ഈ 7 വയസ്സുകാരിയായ കുട്ടി ആദിവാസി മേഖലയിലുള്ള ഇയാൾ ആതിരപ്പള്ളി ആദിവാസി മേഖലയിലാണ്. അയാളുടെ കുട്ടി കുണ്ടൂരിൽ ഭാര്യ വീട്ടിൽ കഴിയുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. 7.5 വയസ്സുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി കുട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ദുരിതാശ്വാസ ക്യാമ്പിലാണ് എന്ന പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ഈ കുണ്ടൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ
നടത്താൻ സാധിക്കുന്നില്ല. അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്നാണ് ഇദ്ദേഹം ആരായുന്നത്. ഇത്തരത്തിലുള്ള ദുരിത കാഴ്ചകളും തൃശ്ശൂരിൽ സുവി വിശ്വനാഥാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം ഒരുപാട് ബന്ധുക്കളെ തേടിയെത്തുന്നവർ. കാരണം ഈ ഫോൺ സംവിധാനങ്ങളെല്ലാം നിശ്ചലമായത് കാരണം ആരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അവർ രക്ഷപ്പെട്ടോ, ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ടോ, അതോ കുടുങ്ങിക്കിടക്കുകയാണോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു സൂചന ഈ ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യമാണുള്ളത്. എറണാകുളം കുന്നത്തുകാട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരാൾ മരിച്ചു. 75 വയസ്സുകാരി ഏലിയാമയാണ് മരിച്ചത്. വിനീത VG ചേരുന്നു. വിനീത, അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ അവസ്ഥ എങ്ങനെയാണ്? സംവിധാനങ്ങളൊക്കെ അവർ തൃപ്തരാണോ? ഇത്ര അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇടയ്ക്ക്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇവിടുത്തെ നിലവിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അത്തരത്തിൽ എടുത്തു പറയേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. എങ്കിലും ആഹാരത്തിനും അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ചില കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഈ സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഒരു നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളായാലും അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമായാലും എല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേന്ദ്രീകരിച്ച് അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും എത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ മൂവാറ്റുപുഴ വാളകത്തെ കുന്നത്തുകാട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഏലിയാമ്മ എന്ന 75 വയസ്സുള്ള ഏലിയാമ്മ മരണപ്പെട്ടത്. ഇവരുടെ മൃതദേഹം ഇപ്പോഴും കുന്നത്തുകാട് പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ് ഉള്ളത്. ഏതാണ്ട് 1 മണിയോടുകൂടി ആ പള്ളിയിൽ കുന്നത്തുകാട് പള്ളിയിൽ വെച്ച് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂവാറ്റുപുഴ പ്രദേശത്ത് ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഇതോടുകൂടി ഏതാണ്ട് 6 പേരാണ് ഇത്തരത്തിൽ പ്രളയക്കെടുതിയോട് തുടർന്ന് മരണപ്പെടുന്നത്. അതേസമയം മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളെ മുൻനിർത്തി നോക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരു വലിയൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമോ നിലവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയൊരു മികച്ച രീതിയിലുള്ള ഒരു സംഘടനകളുടെയും അത്തരത്തിലുള്ള ഒരു സേവനവും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഏതായാലും വിനീതയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ എറണാകുളത്ത് നിന്ന്. ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്, ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തോട് സഹകരിക്കാത്ത 4 ബോട്ട് ഉടമകളെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ബോട്ടിന്റെ ലൈസൻസ് അടിയന്തരമായി റദ്ദ് ചെയ്യാൻ മന്ത്രി G. സുധാകരൻ നിർദ്ദേശം നൽകി. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇന്നലെ സുധാകരൻ കർശനമായ രീതിയിൽ നിർദ്ദേശം നൽകിയിരുന്നു. രക്ഷാപ്രവർത്തനത്തോട് സഹകരിക്കാത്ത ബോട്ടുകൾ പിടിച്ചെടുക്കണമെന്നും ഉടമകളെ അറസ്റ്റ് ചെയ്യണമെന്നും. ഇതിന്റെ ഭാഗമായി അല്ലേ നടപടി? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ കണ്ട ഏറ്റവും മോശമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ആളുകൾക്ക് രക്ഷാമാർഗത്തിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുവാൻ മത്സ്യത്തൊഴിലാളികൾ അടക്കം രംഗത്ത് വന്നപ്പോൾ ഇവിടെ വിനോദസഞ്ചാര മേഖലയിലുള്ള സ്വകാര്യ ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ തയ്യാറായില്ല എന്നത് തന്നെയായിരുന്നു ആലപ്പുഴയിൽ കണ്ട ഏറ്റവും മോശമായ ഒരു ദൃശ്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിരവധി ബോട്ടുകൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയോട് ചേർന്ന് വെറുതെ ഇടുമ്പോൾ ആണ് മത്സ്യത്തൊഴിലാളികളടക്കം ദൂര സ്ഥലങ്ങളിൽ നിന്നും ബോട്ടുമായി ആലപ്പുഴയിലേക്ക് എത്തേണ്ട സാഹചര്യം വന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഹൗസ് ബോട്ടുകളടക്കം രംഗത്തിറങ്ങണമെന്ന നിർദ്ദേശം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്ന് ഇന്നലെ പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ ബോട്ടുകൾ പിടിച്ചെടുക്കാൻ മന്ത്രി G. സുധാകരൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വിസമ്മതിച്ച 4 ബോട്ടുടമകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ലേക്ക് ആൻഡ് ലഗൂൺസ് ഉടമ സക്കറിയ ചെറിയാൻ, റെയിൻബോസ് ഉടമ സാലി കോസി കുര്യൻ, ആൽബിൻ ഉടമ വർഗീസ് സോണി എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. തേജസ് ഉടമ സിബിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ഹാജരാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി പേർക്ക് പരിശോധനയിൽ നിരവധി പേരുടെ ബോട്ട് ലൈസൻസ്, സ്രാങ്കിന് നൽകുന്ന ലൈസൻസ് അത് വ്യാജമാണ് എന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാവാത്ത ബോട്ട് സ്രാങ്കുമാർക്ക്, ബോട്ട് ഡ്രൈവർമാർക്ക് എതിരെ കർശന നടപടിയും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുമാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബിവറേജസിനും അല്ല വിദേശ മദ്യ ഷാപ്പുകൾക്കും ആലപ്പുഴയിൽ പ്രവർത്തിക്കില്ല എന്നും ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കർശന നടപടികളിലേക്ക് നീങ്ങുകയാണ്. മാത്രമല്ല ഒഴിപ്പിക്കൽ കാര്യങ്ങളോട് സഹകരിക്കാത്ത ആളുകളെ പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെ പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിക്കുമെന്നുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 2.5 ലക്ഷത്തോളം ആളുകളാണ് ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ഇനിയും രക്ഷാപ്രവർത്തനം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരിക്കാത്ത ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ശരണ്യ സ്നേഹനാണ് ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.